ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പയറിംഗ് ചെയ്യുന്നത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം വരുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ കവർ മുകളിലേക്ക് പ്രസ് ചെയ്ത് അഴിച്ചെടുത്തതിന് ശേഷം സ്റ്റാർ സ്ക്രൂ, ഒരു സ്ക്രൂ ആണ് ഉണ്ടാവുക. ആ സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്ത് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ പ്ലേറ്റ് കഴിഞ്ഞു വരുന്നതാണ്. ഇത് ഇവിടെ വെച്ചിട്ടുള്ളത് ഹിൻഡ് വയറിൻ്റെ ആണ് ഫ്ലഷ് ടാങ്ക് വെച്ചിട്ടുള്ളത്. പല കമ്പനിയുടെയും പല മോഡലാണ് വരുന്നത്. ഏകദേശം ഇതേപോലെ സെയിം തന്നെയാണ് എല്ലാം വരിക. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ട്യൂബ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കണക്ഷൻ ട്യൂബ് അഴിച്ചെടുക്കുന്നതിന് മുന്നേ അതിലൊരു വാൾവ് ഉണ്ട്. ആ വാൾവ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെള്ളം വരുന്നത് നിർത്താനാവും. അപ്പോൾ ഇവിടെ ഈ കംപ്ലൈൻറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചളി കുടുങ്ങിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഫ്ലഷ് ചെയ്ത വെള്ളം നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്ക് വരാതിരുന്നത്. അപ്പോൾ കണക്ഷൻ ട്യൂബ് അഴിച്ച് മാറ്റി നമുക്കതിൻ്റെ ഫ്ലോട്ട് സ്വിച്ച് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട് വാൾവ് വരുന്നത്. അപ്പോൾ അതിന് കവർ അഴിച്ചപ്പോൾ തന്നെ നല്ല അത്യാവശ്യം ഡസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ ഇന്നർ പാർട്സ് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ത്രെഡാണ് വരുന്നത്. അപ്പോൾ ആ ത്രെഡ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കവറ് അഴിച്ചെടുത്ത് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഉൾവശം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റിവേഴ്സ് ത്രെഡാണ് വരുന്നത്. അത് അഴിച്ചെടുക്കുക. ത്രെഡ് ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് നമുക്ക് ആ ഒരു വാഷർ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇന്നർ പാർട്സ് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അഴിച്ചപ്പോൾ തന്നെ ഏകദേശം ചളി അത്യാവശ്യം അതിൽ നിറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു വാഷർ വരുന്നുണ്ട്. അത് നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നതിന് ശേഷം അതും ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിലൊക്കെ അത്യാവശ്യം ചളി അടഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം സ്റ്റോർ ആവാതിരുന്നത്. അതുപോലെ തന്നെ ഈ ചളി ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു കംപ്ലൈൻറ്റ് വരുന്നതാണ് വെള്ളം സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം വരുന്ന ഒരു പ്രശ്നം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ടാങ്കിൽ വെള്ളം നിൽക്കാതെ വരുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഫ്ലോട്ട് സ്വിച്ച് അയച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അതിൻ്റെ വാഷർ തേയ്മാനം ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോട്ട് സ്വിച്ച് നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു വാഷർ ഉണ്ട്. അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിലൂടെ ആ ഒരു എയർ ടൈറ്റിലാണത് ഫ്ലോട്ട് സ്വിച്ച് വർക്ക് ആവുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു 3 പാർട്സുകൾ നമുക്ക് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു ഫ്ലോട്ട് സ്വിച്ച് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബൗള് ഈ മുകളിലേക്ക് ആക്കുന്ന സമയത്ത് വെള്ളം കറക്റ്റായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ HFൻ്റെ കണക്ഷൻ ട്യൂബ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ നമുക്ക് ആ ഒരു കൺസീൽ ടാങ്കിനകത്തേക്ക് സെറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഈസി ആവും. എന്നതിന് ശേഷം നമുക്കത് പഴയ പോലെ അതിലേക്ക് തന്നെ കറക്റ്റ് അതിൻ്റെ ഗാഡികൾ നോക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് അഴിച്ച പോലെ തന്നെ അതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗാഡികളും കറക്റ്റ് ക്ലിപ്പ് കറക്റ്റ് ലെവലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ കണക്ഷൻ ട്യൂബ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ട്വിസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ട്വിസ്റ്റ് ആവാതെ കറക്റ്റ് ലെവലിൽ ടൈറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം.